നിങ്ങളുടെ വീട്ടിലൊരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. കാരണം ഞാൻ പറയാൻ പോകുന്ന ഈ രണ്ട് പ്രശ്നങ്ങളും നിങ്ങൾക്കും ഉണ്ടാകും. ഒന്നാമത്തേത്, വൈഫൈക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര റേഞ്ച് എല്ലാ സ്ഥലത്തും കിട്ടുന്നില്ല. അതേപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പീഡും എല്ലാ സ്ഥലത്തും കിട്ടുന്നില്ല. എസ്പെഷ്യലി നിങ്ങളുടെ വീടിന് മൾട്ടിപ്പിൾ ഫ്ലോർസ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഭയങ്കര ഗുരുതരവും ആയിരിക്കും. കാരണം റൗട്ടർ ഉണ്ടാവുന്നത് നിങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും, പക്ഷെ ഫസ്റ്റ് ഫ്ലോറിൽ പോകുമ്പോൾ അവിടെ വേണ്ടത്ര റേഞ്ചോ സ്പീഡോ കിട്ടില്ല. ഇതിനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പരിഹാരം ഇതിനു മുന്നേ ഒരു വീഡിയോ ആയിട്ട് ഈ ചാനൽ ഇട്ടിട്ടുണ്ടായി. പക്ഷേ അതിന് ഒരു മേജർ പ്രോബ്ലം ഉണ്ട്. കറന്റ് ഇപ്പൊ എന്റെ വൈഫൈ റൗട്ടർ ഇരിക്കുന്നത് എന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അത്യാവശ്യം അതിന് ചുറ്റുവട്ടത്തൊക്കെ നല്ല റേഞ്ചും സ്പീഡും കിട്ടുന്നുണ്ട്. എന്നാൽ എന്റെ സ്മാർട്ട് ടി വി ഇരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ സ്മാർട്ട് ടി വി ഇരിക്കുന്ന സ്ഥലത്ത് വേണ്ടത്ര റേഞ്ച് ഇല്ല, അതുകൊണ്ട് കണക്ട് ചെയ്താലും അത്ര സ്പീഡും കിട്ടുന്നില്ല. ഇനി ഇതിനെ പരിഹരിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയ ഒരു സാധനമാണ് ഈ വൈഫൈ എക്സ്റ്റെൻഡർ. ബേസിക്കലി ഈ ടി വി ഇരിക്കുന്ന അവിടെ തന്നെയാണ് താഴേക്കുള്ള സ്റ്റെപ്പ്. അതിനടുത്ത് ഒരു പ്ലഗ് പോയിന്റ് ഉണ്ട്. അവിടെ ഈ വൈഫൈ എക്സ്റ്റെൻഡർ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്റ്റെൻഡർ താഴെയുള്ള നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ഒരു റിപ്പീറ്റർ അല്ലെങ്കിൽ പുതിയൊരു റൗട്ടറായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ടി വിനെ എനിക്ക് ഈ ഒരു എക്സ്റ്റെൻഡറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ഇന്റർനെറ്റ് കുറച്ചുകൂടി നല്ല സ്പീഡിൽ മുകളിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താഴത്തെ നെറ്റ്വർക്ക് സപ്പോസ് ABC ആണ് എങ്കിൽ ഈ വൈഫൈ എക്സ്റ്റെൻഡറിന്റെ നെറ്റ്വർക്ക് DEF ആയിരിക്കും. സോ എക്സ്റ്റെൻഡർ ABC എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് മുകളിൽ DEF എന്ന നെറ്റ്വർക്ക് ആയിട്ട് തരും. അതായത് നിങ്ങൾക്ക് രണ്ട് നെറ്റ്വർക്ക് കാണിക്കും. സോ സപ്പോസ് നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മുകളിലേക്ക് നടന്ന് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിലുള്ളതിൽ കണക്ട് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു നെറ്റ്വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നത്. ആൻഡ് ഈ ഡിസ്കണക്ഷനും കണക്ഷനും തമ്മിൽ ഡിലേ വരാറുണ്ട്. ആൻഡ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അത്ര ഇന്റലിജന്റ്ലി ഇത് മാനേജ് ചെയ്യുകയും ഇല്ല. കാരണം രണ്ട് നെറ്റ്വർക്കിന്റെ മിഡിലാണെങ്കിൽ ഫോണിന് അറിയില്ല എവിടെയാണ് ആക്ച്വൽ ഇന്റർനെറ്റ് വരുന്ന ഒറിജിൻ എന്ന്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ എക്സ്റ്റെൻഡറിലായിരിക്കും കണക്ട് ചെയ്തത്, പ്രതീക്ഷിക്കുന്നതിൽ സ്ലോ ആയിട്ടുള്ള സ്പീഡ് കിട്ടും. ഈ ഒരു ഇഷ്യൂ പരിഹരിക്കാനായി ഞാൻ വാങ്ങിയ പുതിയൊരു സാധനമാണ് ഇത്. TP ലിങ്കിന്റെ ഡെക്കോ എന്ന് പറഞ്ഞൊരു വൈഫൈ മെഷ് ആണ്. സത്യം പറഞ്ഞാൽ ഇത് ആമസോണിൽ ഓർഡർ ചെയ്ത് ഏകദേശം 5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഡെലിവർ ആയി. സോ ഈ രണ്ട് സിലിണ്ടർ എന്താണ് ചെയ്യുന്നത്? ഇത് മേടിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പെട്ടിക്കകത്ത് നിങ്ങൾക്ക് 2 സിലിണ്ടർ ഉണ്ടാവും, 2 പവർ അഡാപ്റ്റർ ഉണ്ടാവും, ഒരു ക്വിക്ക് ഇൻസ്റ്റലേഷൻ ഗൈഡും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എതർനെറ്റ് കേബിളും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മോഡും റൗട്ടറും ഓഫ് ആക്കുക. മോഡത്തിന്റെ അറ്റത്ത് നിന്നും വരുന്ന എതർനെറ്റ് കേബിൾ എടുത്ത് ഈ ഒരു സിലിണ്ടറിലേക്ക് കുത്തുക. എന്നിട്ട് ഇത് പവർ സോക്കറ്റിൽ കുത്തി ഓൺ ആക്കുക. പാരലലി ഫോണിൽ നിങ്ങൾ ഡീകോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ലോഗിൻ ചെയ്യുക. ആൻഡ് അതിനകത്ത് കാണുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ സെറ്റപ്പ് കംപ്ലീറ്റ് ആവും. സെറ്റപ്പ് കംപ്ലീറ്റ് ആയാൽ ഇതിന്റെ മുകളിലായിട്ട് ഒരു വെള്ള ലൈറ്റ് കത്തി കിടക്കും. സോ ഇപ്പോൾ ഈ ഒരു പുതിയ സാധനമാണ് നിങ്ങളുടെ പുതിയ റൗട്ടർ. പക്ഷേ ഇത് ഇക്വേഷന്റെ ഒരു പാർട്ട് മാത്രമാണ്. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, ഒരു ഡ്യുവൽ ബാൻഡ് വൈഫൈയിൽ 2 ബാൻഡുകൾ ഉണ്ടാവും. 2.4 GHz ബാൻഡിന് റേഞ്ച് കൂടുതലായിരിക്കും, ബട്ട് സ്പീഡ് കുറവായിരിക്കും. 5 GHz ബാൻഡിന് സ്പീഡ് കൂടുതലായിരിക്കും, പക്ഷെ റേഞ്ച് കുറവായിരിക്കും. പഴയ റൗട്ടറിൽ ഇത് രണ്ടും ഇൻഡിവിജ്വൽ നെറ്റ്വർക്കുകളായിരുന്നു. സോ ഞാൻ മാനുവലി എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ 5 GHz-ലും ദൂരെയാണെങ്കിൽ 2.4 GHz-ലും കണക്ട് ചെയ്യും. എന്നാൽ ഈ ഡെക്കോയിൽ ഇതിനെല്ലാം ഒരൊറ്റ നെറ്റ്വർക്കേ ഉള്ളൂ. സോ ഫോൺ ഇന്റലിജന്റ്ലി 2.4 വേണോ 5 വേണോ എന്ന് ചൂസ് ചെയ്തോളും. ഇനി സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങളുടെ അടുത്ത സിലിണ്ടർ അഥവാ ആ ഒരു ഡെക്കോ നിങ്ങളുടെ വീടിന്റെ അടുത്ത ഫ്ലോറിലേക്ക് കൊണ്ടുവയ്ക്കുക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വീടിന്റെ മിഡിലായിട്ട് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലാണ് മാക്സിമം കവറേജ് കിട്ടുന്നത്. ജസ്റ്റ് നിങ്ങളുടെ പ്ലഗിൽ ഇത് കുത്തുക. നിങ്ങൾ വെക്കുന്ന സ്ഥലം കവേർഡ് ആയിട്ടുള്ള ഏരിയ അല്ല എന്ന് ഉറപ്പുവരുത്തുക. വീണ്ടും ഡീകോ ആപ്പ് എടുത്തിട്ട് അതിനകത്ത് ബാക്കിയുള്ള സെറ്റപ്പ് ഏകദേശം 1-2 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തും വെള്ള ലൈറ്റ് കത്തും. ഇതും റെഡിയാണ്. സോ ഇവിടെ വൈഫൈ എക്സ്റ്റെൻഡർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടായത്? വൈഫൈ എക്സ്റ്റെൻഡറിൽ താഴെയും മുകളിലായിട്ട് 2 ഡിഫറെന്റ് നെറ്റ്വർക്ക് ആണെന്ന് മാത്രമല്ല 2.4-നും 5-നും വീണ്ടും 2, സോ 4 ഡിഫറെന്റ് വൈഫൈ ആയിട്ടാണ് വന്നിരുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ വൈഫൈ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ നെറ്റ്വർക്കേ കാണുള്ളൂ. അതായത് നിങ്ങൾ ആദ്യം താഴെ റൗട്ടർ സെറ്റപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരൊറ്റ നെറ്റ്വർക്ക്. ഇവിടെ താഴെയുള്ള ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡീകോ മാസ്റ്ററും മുകളിൽ താഴെയുള്ളതായിട്ട് കണക്ട് ആയിരിക്കുന്ന ഈ ഒരു സാധനം സ്ലേവുമായിട്ട് ആക്ട് ചെയ്യും. ഈ മാസ്റ്ററും സ്ലേവും കൂടി ഒരൊറ്റ നെറ്റ്വർക്കിലാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. സോ നിങ്ങളുടെ ഫോൺ താഴെയുള്ള വൈഫൈയിലാണ് കണക്ട് ചെയ്തതെങ്കിലും നിങ്ങൾ വീടിനുള്ളിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വീട്ടിൽ എവിടെയാണുള്ളത്, ഏതാണ് കൂടുതൽ റേഞ്ച് വരുന്നത് എന്ന് ഈ 2 ഡെക്കോയും തമ്മിൽ കണ്ടുപിടിച്ചിട്ട് ഇവർ ഒപ്റ്റിമൈസ് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം റേഞ്ചും സ്പീഡും തരും. സോ താഴെ പോകുമ്പോഴും മുകളിൽ പോകുമ്പോഴും ഒരൊറ്റ നെറ്റ്വർക്കിൽ തന്നെയാണ് കണക്ട് ആയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഫോണിൽ മാനുവലി നെറ്റ്വർക്കുകൾ മാറ്റേണ്ട ആവശ്യവുമില്ല. ആൻഡ് ഒരു എക്സ്റ്റെൻഡർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ സ്പീഡായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മെഷ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ആൻഡ് ഈവൻ ഞാൻ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് അത് വെരിഫൈയും ചെയ്തു. സോ നിങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടായെങ്കിൽ ഈ വീഡിയോ പറഞ്ഞ കാര്യം ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. വീഡിയോ കാണിച്ച പ്രൊഡക്റ്റുകളുടെ എല്ലാം ലിങ്ക് ഞാൻ താഴെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.